വരാം. ഷോൺ ജോർജ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷോൺ ജോർജ്, ഈ വിഷയത്തിൽ താങ്കളടക്കം പരാതി നൽകിയിരുന്നു. അതിന്മേലുള്ളൊരു കേന്ദ്ര അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്? കേന്ദ്ര ഏജൻസിക്ക് പരാതി ഞാൻ കൊടുത്തത് 9ാമത്തെ മാസമാണ്. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം ഇത് പരാതി കൃത്യമായി കേസെടുക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ കേസ് വരുന്നുണ്ട്. അതിനു മുമ്പായിട്ട് അവർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ എന്റെ റിക്വസ്റ്റ് എന്താണോ അത് കൃത്യമായി SFIO അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം അത് അംഗീകരിച്ചു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പോൾ 4 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 4 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് സാഹചര്യം വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ റിപ്പോർട്ട് ഇപ്പോൾ ഇനി 1 മാസത്തിനുള്ളിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമല്ലോ. തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇങ്ങനെ ഒരു അന്വേഷണം വരുന്നത്. പ്രിയ സുഹൃത്തെ, ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് രാഷ്ട്രീയപരമായി ഇതിനെ കാണരുത്. ഇത് സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഒരു കേസിൽ ഒരു പൊതുപ്രവർത്തകനായ ഞാൻ LDFന്റെയോ UDFന്റെയോ BJPയുടെയോ ഭാഗമല്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് എന്റെ കൺമുന്നിൽ 100% അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള ഒരു വിഷയത്തിൽ ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനില്ല എന്ന ബോധ്യമായ സാഹചര്യത്തിൽ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തെടുത്ത കേസാണ്. ആ കേസിൽ ദയവ് ഇത് രാഷ്ട്രീയം കലർത്തരുത്. ഇതിനകത്ത് ഇപ്പൊ സ്വാഭാവികമായും ഇപ്പം CPM പറയേണ്ട ഒരു ഭാഷയാണ് നിങ്ങൾ പറഞ്ഞത്. ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കപ്പെടാം. അത് രാഷ്ട്രീയമല്ല. ഇപ്പൊ ഈ ഷോൺ ജോർജിന് ഈ 3 മുന്നണിയായി ബന്ധമുള്ള ആളല്ല. ഈ പറയുന്ന കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിക്ക് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ കൊടുത്തിട്ടുള്ള തെളിവുകൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ CPM പറയാൻ ഉദ്ദേശിക്കുന്ന ഡിഫൻസ് മാധ്യമപ്രവർത്തകർ തന്നെ പറഞ്ഞു. ഞാൻ CPM പറയാൻ ഉദ്ദേശിക്കുന്ന ഡിഫൻസ് ഇവിടെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു വന്നത് പൂർത്തീകരിച്ചുമില്ല. ഞാൻ പറഞ്ഞത് ഇതിലിപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയം CPM അവിടെ ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ടത് ഈ വിവാദം ഉയർന്നു വരുന്നു. കൃത്യമായ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെയോ CPMന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വീണയ്ക്കെതിരെയും വീണയുടെ കമ്പനിക്കെതിരെയും ആരോപണം വരുന്നു. വീണയുടെ ഭാഗത്തുനിന്നോ എക്സാലോജിക്കിന്റെ ഭാഗത്തുനിന്നോ ഒരു പ്രതികരണം വന്നിട്ടില്ല. മുഖ്യമന്ത്രി ഇവിടെ ആകെ പറഞ്ഞത് അത് അവർ നോക്കിക്കോളും എന്ന് മാത്രമാണ്. അതിൽ എത്രമാത്രം നോക്കിയെന്ന് നമുക്ക് വ്യക്തമാണ്. സ്വാഭാവികമായും CPM ഇവിടെ പറയുന്നത് ഇതിലെല്ലാം നിയമപരമായാണ് നടക്കുന്നതെന്നാണ് CPM പറഞ്ഞു വെക്കുന്നത്. അപ്പോഴാണ് ഒരു കേന്ദ്ര അന്വേഷണം എന്ന കാര്യത്തിലേക്കാണ് ഞാൻ എത്തിയത്. കേന്ദ്ര അന്വേഷണം മാത്രമല്ല, ഇതിനൊരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതിൽ ഇടയ്ക്കേറി പറഞ്ഞതിൽ ക്ഷമിക്കണം കേട്ടോ. അതായത് ഒരു പ്രൈമറി എൻക്വയറി നടന്നതിന് ശേഷം ഇതിനകത്ത് കൃത്യമായി ഞാനൊരു ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി പരാതി കൊടുത്തുന്നിടത്ത ഉടനെ SFI അന്വേഷണം വരുമൊന്നുമില്ല. നമ്മൾ കൊടുത്തേക്കുന്ന ഡോക്യുമെന്റ് അനുസരിച്ച് ഈ 2 കമ്പനികളോടും അവർ വിശദീകരണം ചോദിച്ചു. ROC വിശദീകരണം ചോദിച്ചു. അവരുടെ വിശദീകരണം സഹിതം എനിക്ക് തിരിച്ചയച്ചു. ROC അയച്ചു. നിങ്ങൾക്ക് ഇതിനകത്ത് കമന്റ്സ് വല്ലതും ഉണ്ടോ? ഞാൻ എന്റെ ഒബ്ജക്ഷൻസ് അതിനകത്ത് ഫയൽ ചെയ്തു. ആ ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൊടുത്ത വിശദീകരണം പൂർണ്ണമല്ലെന്നും ROC നടത്തിയ പ്രൈമറി എൻക്വയറിയിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് അതിന്റെ റിപ്പോർട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചാനലുകൾ ബ്രേക്ക് ചെയ്ത മാത്രമാണ് എനിക്കിപ്പോ അന്വേഷണ ഉത്തരവ് ലഭിച്ചിട്ടുള്ളത്. എനിക്ക് ഔദ്യോഗികമായ അന്വേഷണ ഉത്തരവ് ചൊവ്വാഴ്ച ലഭിക്കുള്ളൂ. ഇന്ന് വർക്കിംഗ് ഡേ അല്ല. മാത്രമല്ല, അല്ലെങ്കിൽ തിങ്കളാഴ്ച കോടതിയിൽ കേസ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ സ്വാഭാവികമായിട്ടും അപ്പിയർ ചെയ്യുമ്പോൾ ഈ കേസ് കോടതി അല്ലെങ്കിൽ SFI എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. പക്ഷേ എന്റെ 90% വിശ്വാസം ROCയുടെ ഇത് സംബന്ധിച്ചൊരു പ്രൈമറി എൻക്വയറി റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പിന്നെ ഇവർക്കൊന്നും പറയേണ്ടതായിട്ട് വരില്ല. കാരണം ഇത് നമ്മള് ഈ വൈകുന്നേരത്തെ ചർച്ചകളിലിരുന്ന് പരസ്പരം തർക്കിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഇത് എല്ലാം ഡോക്യുമെന്ററി അല്ലേ, എല്ലാം ഡോക്യുമെന്റ്സ് വെച്ചുള്ള ഒരു കാര്യമല്ലേ. കേരള സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനം KSIDC പോലൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് 18 കോടി രൂപ നഷ്ടമുണ്ടാക്കിയതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുള്ളത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണ്. ആ മകളുടെ കമ്പനിയുടെ ഗ്യാരണ്ടിയർ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല വിജയനാണ്. അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ് ആ കമ്പനിയുടെ ഗ്യാരണ്ടിയർ. ആ കമ്പനി 2021 ഡോർമെന്റ് ആക്കിയേക്കാണ്. അതായത് പ്രവർത്തനരഹിതമാക്കി അത് വെച്ചിരിക്കുന്ന അതും കുറ്റകരമാണ്. സെക്ഷൻ 447 കമ്പനീസ് ആക്ട് സെക്ഷൻ 447 അനുസരിച്ച് അതും കുറ്റകരമാണ്. കാരണം ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ എൻക്വയറി കമ്പനിയിലേക്ക് നീളാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം അടച്ചുപൂട്ടിയതാണ്. പക്ഷെ ഇതെല്ലാം ഇപ്പൊ ഇവർ ചെയ്തത് മുഴുവൻ ഇവർക്ക് അബദ്ധമായി വരും. ഒരു സംശയം വേണ്ട. ഈ കേസിൽ ഗുരുതരമായ തെറ്റാണ് ഇത്. നിങ്ങൾ ഈ പറയുന്ന 1,72,00,000 ഒന്നും അല്ല കേട്ടോ. ഇത് 10,40,000 കോടി രൂപയുടെ കേരളം കണ്ടതിലെ ഏറ്റവും വലിയ അഴിമതി കരിമണൽ
അഴിമതി കേരളത്തിന്റെ തീരദേശത്തെ കൊള്ള ചെയ്തതിന്റെ കണക്കിന്റെ ഒരു മൂലയിൽ മാത്രമാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എൻക്വയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഇതിനെ പരമാവധി രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ള വിനീതമായ ഒരു അഭ്യർത്ഥന മാത്രമേ ഞാൻ ഇതിൽ ഞാനൊരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. ഇതിപ്പോൾ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പ്രകാരം അതിൽ പറയുന്നത് 1.75 കോടി വീണ വിജയനും എക്സാലോജിക്കും കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ്. അതിനുള്ള സേവനം പക്ഷേ CMRന് ലഭിച്ചിട്ടില്ല എന്ന് CMRL ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിനോട് പറഞ്ഞ കാര്യങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിനുശേഷം ഉദ്യോഗസ്ഥർ പറഞ്ഞതിനപ്പുറം CMRL ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ മാസപ്പടി വിവാദങ്ങളുമൊക്കെ കൃത്യമായി ചർച്ചയായപ്പോൾ കൃത്യമായി CMRL ഉദ്യോഗസ്ഥർ പുറത്ത് അങ്ങനെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ആദായ നികുതി വകുപ്പ് പറയുന്നപ്പുറത്തേക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ അവർ ഈ ഒരു ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സേവനം ലഭിച്ചു എന്നാണ് CMR എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത്. ഈ കേസില് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തേക്കുന്നത് സുരേഷ് കുമാർ എന്ന് പറയുന്ന കമ്പനിയുടെ ഫിനാൻസിലെ അവരുടെ ഏറ്റവും കൂടിയ ഉദ്യോഗസ്ഥനാണ് ഈ CMRLന്റെ. അദ്ദേഹമാണ് ഈ ഇൻകം ടാക്സിന് മൊഴി കൊടുത്തിട്ടുള്ളത്. അയാൾ എന്നിട്ട് ആ അഫിഡവിറ്റ് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയുടെ ദൈനംദിന നടത്തിപ്പുമായിട്ട് വിവരമില്ലാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത ഏത് ഉദ്യോഗസ്ഥനാണ് ആ മൊഴി കൊടുത്തതെന്നാണ്. കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുള്ള ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അവരുടെ ആ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ഉദ്യോഗസ്ഥനാണ് സുരേഷ് കുമാർ. അദ്ദേഹം തന്നെയാണ് ഇവർക്ക് മൊഴി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം തന്നെ അത് ഡിനൈ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് നടക്കുന്നത്. അത് ഈ കമ്പനിയുടെ ഈ CMRLന്റെ റിപ്ലൈക്കകത്ത് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. CMRL ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കണം എന്നാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ അവരുടെ റിപ്ലൈ അതായിരുന്നു. ROCക്കുള്ള റിപ്ലൈ ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് അവരുടെ റിപ്ലൈയുടെ ഒരു രത്ന ചുരുക്കം. താങ്കളുടെ പരാതിയും നിലവിലെ കേന്ദ്ര ഇടപെടലിന്റെ ഒരു ഭാഗമായി കാണാമല്ലോ. താങ്കളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിരുന്നോ ഇവർ? ആര്? ഇപ്പോൾ കേന്ദ്രം അന്വേഷണത്തിലേക്ക് കടക്കുകയാണല്ലോ. അതെ. അപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെയാണോ ഈ വാർത്ത അറിഞ്ഞത്, അതോ ഏതെങ്കിലും രീതിയിൽ അതായത് ROCയിൽ CMRL കൊടുത്തിട്ടുള്ള റിപ്ലൈ, KSIDC കൊടുത്തിട്ടുള്ള റിപ്ലൈ വരെ എനിക്ക് കൃത്യമായിട്ട് ROC കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് ഒഫീഷ്യലി എനിക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് AD എനിക്ക് തന്നിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ റിപ്ലൈക്കും എനിക്ക് വിത്ത് AD എനിക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ട്, റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ROC നമ്മൾ ഹൈക്കോടതി കേസ് വന്നതിന് ശേഷം ഓൾമോസ്റ്റ് 4 പ്രാവശ്യം ROCയിൽ നിന്ന് ഒഫീഷ്യലി എന്നെ കത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിലും ഇതിന്റെ ഭാഗമായിട്ടുള്ള തുടരന്വേഷണവും ഹർജികളും ഒക്കെ നടക്കുകയും ഒരു ഭാഗത്ത് അല്ലല്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശമായിരുന്നല്ലോ എന്റെ പെറ്റീഷൻ അനുസരിച്ച്. ഹൈക്കോടതി നിർദ്ദേശത്തിലാണല്ലോ ഈ കാര്യങ്ങൾ ഇത്ര ചൂട് പിടിച്ചത്. ഇപ്പോ ഹൈക്കോടതിയിൽ 15-ാം തീയതി 115-ാമത്തെ ഐറ്റമായിട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് ഈ കേസിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ന് വന്ന ഓർഡർ ഇപ്പൊ എനിക്കത് ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടില്ല, മാധ്യമങ്ങൾ വഴിയേ കിട്ടിയിട്ടുള്ളൂ. ആ ഓർഡർ പ്രകാരം എന്റെ റിക്വസ്റ്റ് ഫുൾഫിൽ ചെയ്തു. കേസ് ഇൻഫെക്ഷൻസ് ആവും സ്വാഭാവികമായിട്ട്. താങ്കൾ അടക്കം ഇടപെട്ട ഒരു കേസാണ്. തിങ്കളാഴ്ച അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കോടതിയിൽ വരുന്നുമുണ്ട്. ഇപ്പോൾ ROCയുടെ അന്വേഷണം കൂടി ഒരു വശത്ത് വരുമ്പോൾ ഇനി എന്താണ് താങ്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പ്രതീക്ഷിക്കുന്നത്? 4 മാസമാണ് എൻക്വയറി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കോടതിയുടെ നിരീക്ഷണം ഈ വിഷയത്തിൽ കേസിന്റെ അന്തിമ റിപ്പോർട്ട്, കേസ് ഇപ്പം അതിനകത്ത് ഒരു നടപടി എന്ന നിലയിൽ 4 മാസത്തെ എൻക്വയറി റിപ്പോർട്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ നടക്കണം എന്ന നിലയിൽ ഞാൻ സ്വാഭാവികമായിട്ടും എന്റെ അഡ്വക്കേറ്റ്സുമായിട്ട് ആലോചിച്ചതിന് ശേഷം എന്താണ് കോടതിയിൽ തിങ്കളാഴ്ച നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കും. വളരെയധികം നന്ദി ശ്രീ ഷോൺ ജോർജ്, ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും